സഹില റഫീഖ്. സഹില റഫീഖ് അതെ അതെ പുതുതായിട്ട് ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇതെല്ലാം അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും. അതെ അതെ സ്റ്റുഡിയോയില് ഡിം ലൈറ്റിൽ സ്റ്റുഡിയോയില് അഭിമുഖത്തിനൊക്കെ അതെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. അതെ തെന്നല പഞ്ചായത്തിലെ 7ാം വാർഡ്. ഇപ്പോൾ പുതിയ വാർഡിന്റെ ഘടനയൊക്കെ മാറി അതെ വനിതാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ സഹിലന്റെ സ്വദേശം പറഞ്ഞത് കായംകുളം. അതെ അതെ ഈ ഒരു എന്താ പോസ്റ്ററിലൊക്കെ കണ്ടല്ലോ, ഒരു ഖാൻ എന്ന് പറഞ്ഞത് എന്താ ഇനീഷ്യലാണോ എന്താണ്? അത് ഇനിഷ്യലാണ്. അത് എന്റെ ഉപ്പാന്റെ പേരിന്റെ കൂടെ ഉള്ളതാണ്. അങ്ങനെ ഞങ്ങൾക്ക് വന്നതാണ്. നിങ്ങളെ നാട്ടിൽ അങ്ങനെയാണ്? അല്ല, ഞങ്ങളുടെ നാട്ടിൽ ഉപ്പാന്റെ പേരാണ് ബാക്കി വരിക. നമ്മളെ ഇവിടെ നമ്മളെ കുടുംബ പേര് അത് വീട്ടുപേരല്ല. വരില്ല. ഇല്ല കുടുംബ പേരല്ല, നാട്ടില് ഉപ്പാന്റെ പേരിന്റെ അറിയപ്പെടില്ല. അറിയപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ശരിക്കുള്ള പേര്? എങ്ങനെയാണ്? സഹല AH ഖാൻ എന്നാണ് പേര്. ഈ AH എന്ന് പറഞ്ഞാല് അബ്ദുൽ ഖാദർ ഹാമിദ് ഖാൻ. ഓക്കെ. അവിടെ ഒരു കുടുംബത്തിന് ഒരു ഇനീഷ്യൽ ഉണ്ടാവില്ല, അതെന്തായിരുന്നു ശരിക്കും? അത് കുഴുവേലിൽ എന്ന് പറയും. എന്റെ വല്യമ്മാന്റെ വീട്ടുപേരാണ് കുഴുവേലിലെന്ന്. ഞങ്ങള് കാവനാട് എന്നാണ് ശരിക്ക്. അപ്പൊ റഫീഖ് ഒരു നരിമടക്കൽ ഒരു ബന്ധവുമായിട്ട് ഒരു ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അതെന്താ ശരിക്കും? അതെ, ശരിക്ക് നമ്മുടെ വാളക്കുളത്തിന്റെ എഴുത്തുകാരൻ മുഹമ്മദ് തേനത്ത് എഴുതിയ അതൊരു ഒരുപാട് പഴക്കമുള്ള ഒരു കഥയാണ്. ശരിക്കും ഒരു സ്വതന്ത്ര സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അതുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നരിമടക്കൽ വീരാൻ ഹാജിയാണ് ഞങ്ങളുടെ രണ്ടാളുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഉപ്പാന്റെ ഉമ്മയും സഹലയുടെ ഉപ്പാടെ ഉമ്മയും ഒരു ജ്യേഷ്ഠത്തി അനിയത്തിമാരാണ്. അവരുടെ ഉപ്പ വീരാൻ ഹാജി. അവര് ഹാജിയുടെ സ്വദേശം ശരിക്കും നമ്മുടെ വാളക്കുളത്താണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർ അവരെ മക്കയിലേക്ക് നാട് കടത്തുകയും പിന്നെ തിരിച്ചവര് കായംകുളത്ത് അന്നത്തെ പായക്കപ്പലിൽ വന്ന് ഇറങ്ങി അവിടെ നേരത്തെ അവർ സൂചിപ്പിച്ച പോലെ ഈ ഒരു കാവനാട്ട് ഫാമിലി അവർക്ക് അവിടെ അഭയം കൊടുത്ത് അവിടെ നിന്ന് കല്യാണം കഴിച്ച് തിരിച്ച് പിന്നെ അവര് നമ്മുടെ വാളക്കുളത്ത് അവരെ പെങ്ങളുണ്ടായിരുന്നു. പെങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വല്യമ്മ, അതായത് ഞങ്ങളുടെ മോളെ കൊണ്ടുവന്നു. അങ്ങനെ വീണ്ടും വാളക്കുളത്തേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കഥയാണ്. അതിങ്ങനെ ഒരുപാട് വഴക്കുള്ള ഒരു സംഭവമാണ്. നരിമടക്കലുമായി ബന്ധപ്പെട്ട് നരിമട കുടുംബവുമായിട്ട് നരിമടക്കലാണ് വല്യപ്പാന്റെ ഫാമിലി. ഗ്രാൻഡ് ഉപ്പാന്റെ ഫാമിലി നരിമടക്കലാണ്. നരിമടക്കൽ വീരാൻ ഹാജി. ഇപ്പോഴും നമുക്ക് ആ ഒരു ഇവിടെയുള്ള നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് 7ാം വാർഡിലും 8ാം വാർഡിലൊക്കെ ആയിട്ട് ധാരാളം നരിമടക്കൽ കുടുംബം ഉണ്ടല്ലോ. അതുമായിട്ടുള്ള ബന്ധമുണ്ടോ? അത് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെ ഈ നെരിമടക്കൽ ഫാമിലിയുമായിട്ട് തന്നെയാണ് അവരൊക്കെ. ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ വീടൊക്കെ കയറുന്ന സമയത്ത് പല ആളുകളും ഞങ്ങളുടെ ഒരു അജ്ജുമ്മ എന്ന് പറയുന്നത് ഈ വല്യപ്പാടെ പെങ്ങളായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിലേ ഇപ്പോ എന്റെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മാരൊക്കെ പറയില്ല ഹജ്ജുമാർക്ക് പോവാന്നുള്ളതാണ്. അജ്ജുമാന്റെ വീട് ഈ അജ്ജുമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഈ ഗ്രാൻഡ് ഫാദർ പെങ്ങളായിരുന്നു. അജ്ജുമ്മ എന്ന് പറയുന്നത് നെരിമടക്കൽ അജ്ജുമ്മയാണ്. അപ്പൊ ഈ അതാണ് ശരിക്കും നെരിമടക്കൽ ഫാമിലി ആയിട്ടുള്ള നമ്മളെ കണക്ഷൻ എത്തി നിൽക്കുന്നത് അവിടെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു പാരമ്പര്യമുള്ള ഒരു ഫാമിലിയാണ്. അതെ അതെ അതെ, ഞങ്ങൾ രണ്ടുപേരും അതിലെ ആൾക്കാരാണ്, കണ്ണികളാണ്. ഓക്കെ. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രവർത്തനം സഹലക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഇതുവരെ ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് രാഷ്ട്രീയപരമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആള്. റഫീഖ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം, അതിന്റെ ഒരു മാതൃക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2010 മുതൽ രാഷ്ട്രീയ രംഗത്തുണ്ട്. 2010 മുതൽ അക്ബർ വരിക്കോട്ടിൽ ആദ്യമായിട്ട് UDFന്റെ സാരഥിയായിട്ട് കോൺഗ്രസ് 7ാം വാർഡിന് കിട്ടുകയും ആ 7ാം വാർഡിൽ അക്ബറാക്ക് മത്സരിക്കാൻ വരുന്ന ഒരു സമയം മുതൽ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് സജീവമായിട്ട്. അതിന് മുന്നേ ഞാനൊരു സംഘടനാ രംഗത്ത് സജീവമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതായത് SSF എന്ന് പറയുന്ന സംഘടനയിലൂടെയാണ് ഒരു പൊതുരംഗത്തുള്ള എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. SSFന്റെ സംഘടനാ തലത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു. സംഘടനാ തലത്തിൽ സജീവമായിട്ട് സെക്ടർ തലത്തിൽ ഭാരവാഹിയായിരുന്നു ഞാൻ. സാഹിത്യോത്സവങ്ങളിലൂടെയാണ് ഞാൻ യഥാർത്ഥത്തിൽ പൊതുരംഗത്ത്. റഫീഖ് എന്ന് പറയുമ്പോൾ പലരും അറിയപ്പെടുന്നത് പ്രസംഗിക്കാൻ കുറച്ചെങ്കിലും കഴിവുള്ള, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള ആൾക്കാണ്. ശരിക്കും അതിന് കാരണമായിട്ടുള്ള സാഹിത്യോത്സവമാണ്. ഞാൻ എല്ലാ സ്ഥലത്തും വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സംഭവമാണത്.
SSFന്റെ സാഹിത്യോത്സവമാണ് എന്നെ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരാളാക്കി മാറ്റിയത്. പ്രസംഗികനാക്കി മാറ്റിയത്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് രണ്ടാളെ മുന്നിൽ എണീച്ച് നിന്നിട്ട് ഒരു കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നുള്ളതാണല്ലോ പൊതുരംഗത്ത് ഏറ്റവും നമുക്ക് സജീവമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടപെടൽ. അതിന് കോൺഗ്രസ് തലത്തിലേക്ക് വന്നതിന് ശേഷം സംഘടന അതിന്റെ പ്രധാന ഭാരവാഹിത്വങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം ഭാരവാഹിത്വങ്ങളിലൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും സംഘടനയെ എന്നും നമ്മൾ ഹൃദയത്തിലേറ്റുന്ന ഒരു വ്യക്തിയെ എന്ന നിലയ്ക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന കാലത്തും സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഈ പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം ജനറൽ വിഭാഗത്തിൽ അവസാനമായിട്ട് ഞാൻ സാഹിത്യോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തത് നമ്മുടെ ചുള്ളിപ്പാറയിൽ വെച്ച് നടന്ന ഒരു സാഹിത്യോത്സവത്തിലായിരുന്നു. അന്ന് പാറമ്മൽ ഒരു സജീവമായിട്ട് പിന്നെ നമ്മളുടെ സെക്ടർ തലത്തിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയം. അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു പാറമ്മൽ എന്ന് പറയുന്നത്. എല്ലാ സമയത്തും സാഹിത്യോത്സവത്തിൽ മികച്ച വിജയം കൈവരിക്കുന്ന ഒരുപാട് പ്രതിഭകളുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ പാറമ്മൽ യൂണിറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ഒരു സംഘടനാ പ്രവർത്തനമാണ് ഈ ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി മാറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. ബേസിക്കായിട്ട് ഞാൻ സംഘടനാ തലത്തിൽ നിന്നാണ് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. രാഷ്ട്രീയത്തിലെന്ന് പറയുമ്പോൾ എൻ്റെ ശരിക്ക് ഗ്രാൻഡ് ഫാദർ, അതായത് ഉപ്പാടെ ഒപ്പം വല്ലിപ്പ കോൺഗ്രസ് മുഹമ്മദ് അലിയാക്ക എന്നറിയപ്പെടുന്ന നമ്മുടെ വെന്നൂരിലൊക്കെ എല്ലാവർക്കും സുപരിചിതനായിരുന്ന ഒരു കോൺഗ്രസ് മുഹമ്മദ് അലിയാക്ക എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ചരിത്രമൊക്കെ ഞാൻ പഠിക്കുന്നത് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷമാണ്. അല്ലാതെ അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരനായതൊന്നുമല്ല, വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഫാമിലിക്ക് ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ആളുകളുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അക്ബറാക്കാരുടെ ഒരു മത്സര രംഗത്തുള്ള ഇടപെടലിലാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. ശേഷം പിന്നീടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ 2013 ഞാൻ ആദ്യമായിട്ട് നമ്മുടെ 7ാം വാർഡ് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് മണ്ഡലം ഭാരവാഹിയായി. ഇപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ്. അതായത് 6 പഞ്ചായത്തുകളും തിരുരങ്ങാടി മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന നമ്മുടെ തിരുരങ്ങാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് നിലവിൽ ഞാൻ. ഇങ്ങനെ ഒരു ബ്ലോക്ക് തലത്തിലേക്കൊക്കെ മത്സരിക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു? അങ്ങനെ ചിന്ത എന്നതിനപ്പുറത്ത് എപ്പോഴും നമ്മൾ യൂത്തിനെ പരിഗണിക്കണം എന്ന് നേതൃത്വത്തിലൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പരിഗണിക്കപ്പെടും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഇതുവരെ മത്സര രംഗത്തൊന്നും എത്താൻ കഴിയാത്ത, പ്രത്യേകിച്ച് നമ്മുടെ ഒരു നിയോജക മണ്ഡലം എപ്പോഴും മുസ്ലിം ലീഗ് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. അപ്പോൾ നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് നമുക്ക് പ്രാതിനിധ്യം കിട്ടാറ്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ പരിഗണിക്കപ്പെടേണ്ട ആളുകളാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെ നമ്മൾ സ്വയം പിന്മാറിക്കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അതെ സജീവ രാഷ്ട്രീയക്കാരനാണ്. ഞങ്ങളൊക്കെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഏതെങ്കിലും ഭാരവാഹികളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലാണ്. ഒരുപാട് തന്നല ഏറ്റവും നല്ല എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഇപ്പോൾ പല സമയത്ത് ഇപ്പോൾ ചാണ്ടി ഉമ്മനുമായിട്ടും രമ്യ ഹരിദാസുമായിട്ടൊക്കെ നമ്മുടെ ക്ലിനിക്കിനൊക്കെ പരിചയപ്പെടുത്തിയ നാസർ തന്നലയാണ്. പിന്നെ പല വിഷയങ്ങളിലും ഞാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ നാസർ തന്നല നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ജനകീയനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മുടെ ബ്ലോക്കിൽ നിന്ന് വിധി തേടുന്ന നാസർ. തീർച്ചയായിട്ടും ആ ഒരു നാസറിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് മാറി കൊടുത്തിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും. അത് ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. നമ്മളെ ഈ ഒരു ചിലപ്പോൾ നമ്മളെ മേഖലയിലൊന്നും അത്ര തന്നെ സുപരിചിതനല്ലെങ്കിലും തെന്നലയിൽ ഒരുപാട് ആളുകൾക്ക്, വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ, ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ, അത്തരത്തിലുള്ള ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, ജനകീയനാണ്. ജില്ലയിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു മുഖം തന്നെ എന്ന് പറയപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. സംസ്ഥാന തലത്തിൽ ഒട്ടനവധി നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് പ്രിയപ്പെട്ട നാസറാക്ക. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ വാർഡുകളിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തലും പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നാസറാക്കാനെ തന്നെ നമ്മൾ ഒരു ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മളൊക്കെ സ്വയം പിന്മാറിക്കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാർഡ് 7ാം വാർഡ് UDF എന്നുള്ള രീതിയിൽ സഖ്യത്തിൽ വന്ന സമയത്ത് UDF-നായി. അതെ. ആ സമയത്താണ് ഇങ്ങനെ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ
ആ ഒരു രീതിയിലാണ് സഹലയെ അവിടെ കൊണ്ടുവരുന്നത്. അതെ അതെ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ ഒരു വാർഡ് തലത്തിൽ മത്സരിക്കാൻ ഒട്ടും തീരുമാനിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മൾ ബ്ലോക്കിലേക്ക് ഒരു സീറ്റ് കിട്ടിയാൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് സഹലയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈക്കോളജി ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതിൻ്റെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഈ വാർഡ് കോൺഗ്രസ്സിന് കിട്ടുകയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു തീരുമാനപ്രകാരം ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ വാർഡിൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിയോജക മണ്ഡല തലങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയ്ക്ക് എൻ്റെ ഭാര്യ തന്നെ മത്സരിക്കണമെന്ന് വാർഡ് കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സഹല മത്സരരംഗത്തേക്ക് വരുന്നത്. സഹലയെ കുറിച്ച് റഫീഖ് അയച്ചു തന്നതിനനുസരിച്ച് സഹല പാടിയ ഒരു പാട്ട്, അതായത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഇലക്ഷനിൽ വോട്ട് ചോദിച്ചുകൊണ്ടൊരു പാട്ട് കേട്ടു. അപ്പോൾ സഹല ആ ഒരു പാട്ടുകാരി കൂടിയാണെന്ന് അപ്പോഴാണ് ശരിക്കും ഞാൻ അറിയുന്നത്. സഹലയാന റഫീഖിൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ അറിയാം എന്നല്ലാതെ ഒരു പാട്ടുകാരിയാണെന്നുള്ളത് എനിക്കൊരിക്കലും അറിയില്ല. അപ്പോൾ ഈ അങ്ങനെയുള്ള കലാരംഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് കലോത്സവങ്ങളിൽ പങ്കെടുക്കാറുള്ള ഒരാളാണ്. ഞാൻ ഒപ്പനയ്ക്ക് സ്റ്റേറ്റ് ലെവലൊക്കെ പോകാറുണ്ട്. അതിൽ പാട്ട് പാടില്ല. സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തെന്ന് പറഞ്ഞ പോലെ നമ്മൾ പൊതുരംഗത്തേക്ക് വരുമ്പോൾ എപ്പോഴും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഒപ്പന, മാപ്പിളപ്പാട്ട്, അറബി ഗാനം, അറബി പദ്യം മുതലായ എല്ലാ മേഖലകളിലും ഞാൻ പാടിയിട്ടുണ്ട്. അതെ, പ്രൈസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അവര് ശരിക്കും വ്യത്യസ്തമാണ്. അവര് ഫാമിലി തന്നെ ഇപ്പൊ വാപ്പാണെങ്കിലും ആങ്ങളാണെങ്കിലും അനിയത്തിയാണെങ്കിലൊക്കെ അനിയത്തി ലാസ്റ്റ് ഇതുപോലെ കലോത്സവത്തിൽ പോലും സംസ്ഥാന തലത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 വർഷമായിട്ട് ഒരു കലാസാഹിത്യത്തിൽ വാസന. അതെ അതെ, അവള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷം ഇപ്പോ സ്റ്റേറ്റ് ലെവലില് ഫസ്റ്റ് സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുവെച്ചെങ്കിൽ ഒരു പാട്ട് പാടാമോ? പിന്നെ ഞാൻ പാടാൻ പറ്റില്ല, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കൂടിയാണ്. പാടാം. മഹ്മദിയോർ നമൈനേദ തീഷന്തേഷന്തദേ താജ മഷഹൂറ പൊരുൾ ദേശം ബീഷും കതൂറ മഹാത്മ ബഹസ്വര കഹസന കഹനവകാശ ബദൽ ബിദ ഫ്രീഡമയവർക്കതു മദിശ ബലതപ്പോൾ ബടിവത്ത ഹോദിപ്പതായി ദേശ ഒതിക്കയും അത് കൊതിക്കയും സമയ വിധിക്കയും ഗാന്ധിജി ഇന്ത്യൻ മനുകൾക്കായി മതതൊത്ത് ഒലബാക്കം കുറിച്ചിട്ട സ്വാതന്ത്ര്യം കാത്ത് ബാപ്പുജി ഷുഹറത്ത ഷറഫുടെ ഇടപെടലുതിപ്പും സുഖം കൊണ്ട് ഇംഗ്ലണ്ട് അറബിട കൊടും കിതപ്പും സുബുന്നമ ജനമതി പതയുടെ മുടുക്കതോർക്കണ്ട് കുതിപ്പതിൽ ഇന്ത്യൻ രാഷ്ട്രപിതാവത പോർ മഹ്മദിയോർ നമൈനേദ തീഷന്തേഷന്തദേ താജ മഷഹൂറ പൊരുൾ ദേശം ബീഷും കതൂറ. ഇത് ഒരു പുതിയ മാപ്പിളപ്പാട്ടാണല്ലോ. അതെ അതെ, ഗാന്ധിജിയെ കുറിച്ചുള്ളതാണ്. ഈ അടുത്ത കാലത്ത് സംസ്ഥാന തലത്തിൽ നമ്മുടെ മലപ്പുറത്തുള്ള ഒരു കുട്ടി പാടിയ അങ്ങനെയുള്ള വെറൈറ്റി മാപ്പിളപ്പാട്ടുകളൊക്കെയാണ് പുതുതായിട്ട്. അപ്പൊ ഇനി സഹില ഇവിടുന്ന് വിജയിച്ചു എന്ന് വെക്കുക. കാരണം ഒരു പ്രതീക്ഷയുള്ള വാർഡാണ്. ഇതിനു മുമ്പ് UDF തന്നെയായിരുന്നു ഭരണം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും വാർഡിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് സഹില ഇവിടെ വിജയിച്ചു വരുമ്പോൾ ഇനി പഠനവുമായിട്ട് മുന്നോട്ട് പോകാനാണോ അതോ പൊതുരംഗത്ത് പ്രവർത്തിക്കാനായിരിക്കോ സഹിലയുടെ? തീർച്ചയായിട്ടും പൊതുരംഗത്ത് പ്രവർത്തിക്കുക. അതിനാണല്ലോ നമ്മളിപ്പോ ഒരു വാർഡിനൊക്കെ എന്തെടുത്ത് നിൽക്കുന്നത്. പക്ഷെ അല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ഈ വാർഡിന് വേണ്ടി ചെയ്യും. ഏത് മേഖലയിലാണെങ്കിലും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മേഖലയിലൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാല് നമ്മുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ്. അതെ അതെ, വ്യത്യസ്ത രീതിയിലുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ വാർഡിലില്ല. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനമാണല്ലോ ഏതൊരു ആളും പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം. അപ്പം അതിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്ത്രീകളൊക്കെ പല രീതിയിൽ കഴിവുകളുള്ള സ്ത്രീകളാണ്. പക്ഷെ ആ കഴിവുകളെ പരിപോഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വികാസം പ്രാപിച്ച ഈ സമയത്ത് കുറേയൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണുള്ളത്. അപ്പോൾ അവർക്കുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് സ്ത്രീ ശാക്തീകരണ പരിപാടിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വയം അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഉപകാരപ്പെടും.
അതെ അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനിടക്ക് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങിയ ഒരു നമ്മുടെ ആ ഒരു ഐഡിയ വെച്ചിട്ട് സഹൽ എപ്പോഴും പറയാറുണ്ടായിരുന്നു, വീടുകളിൽ ഒരുപാട് ആളുകൾ ഒരുപാട് സമയം വെറുതെ കളയുന്ന ഒരു അവസ്ഥ നമ്മുടെ ഗ്രാമത്തിലുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു സമയം നമുക്ക് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഒരു മണി ഫ്ലോ ഉണ്ടാകാന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ നാട്ടിൽ അതൊരു വലിയ വിപ്ലവം സൃഷ്ടിക്കും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ചെറിയ വീടുകളിൽ ഇരുന്നു കൊണ്ട് ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്ക് അത് വലിയൊരു മണി ഫ്ലോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആളുകളുടെ ഒരു മാനസികമായിട്ടുള്ള വളർച്ചയും ഉണ്ടാകും, അതോടൊപ്പം തന്നെ ക്രിയാത്മകമായിട്ട് അവരെ സമയം ചെലവഴിക്കാനും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഒരു നാടിന്റെ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യവും അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും നമുക്ക് അതിന് ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതാണ് ഏറ്റവും വലിയ ജനങ്ങളോട് ചെയ്യുന്ന കാര്യം. കാരണം ഇപ്പോൾ റോഡ്, തോട്, അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. കാരണം അത് ഏകദേശം ആയിട്ടുണ്ട്. എല്ലാരും ഇപ്പോഴും അതിൽ തന്നെയാണ് സ്റ്റക്കായി നിൽക്കുന്നതും. റോഡ് അതൊക്കെ എല്ലാരും എല്ലാവരുടെ വികസന കാഴ്ചപ്പാട് അതാണ്. അപ്പൊ അതിൽ നിന്ന് മുന്നോട്ടാണ് സേല ചിന്തിക്കുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഹെൽത്ത് അല്ലെങ്കിൽ ഇപ്പോ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അതൊക്കെയാണ് എന്റെ മനസ്സിലുള്ളത്. പിന്നെ നമ്മള് ഫിസിക്കലി ഹെൽത്ത് എന്ന് വെച്ചാൽ മെന്റൽ ഹെൽത്തും കൂടി അതിൽ പെടുന്നതാണ്. അപ്പൊ അതിനുവേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പൊ അതില് ഈ സ്ത്രീകളെ കുറെ വോട്ടർമാരെ കണ്ടപ്പോ കുറെ ഒരു ഡയഗ്നോസിസിലൂടെ, കാരണം നമുക്കിട്ടുള്ള ഡയഗ്നോസിസ് അറിഞ്ഞ് ഞാനൊരു ചികിത്സാ രംഗത്തുള്ള ആളാണ്, എനിക്കറിയാം. അപ്പൊ നമ്മൾ ആളുകളോടുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്ത കാര്യങ്ങളുണ്ടോ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ വാർഡിലെ? സ്ത്രീകളെ സംബന്ധിച്ച് അത് തന്നെ, ഈ വീട്ടില് ചടഞ്ഞു കൂടിയിരിക്കുന്നതാണ് മിക്കവാറുള്ള എല്ലാ സ്ത്രീകളും നമ്മളെ നാട്ടിലുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അവരെ ഒന്ന് പുറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുമല്ല, ഈ പറഞ്ഞ കണക്ക് മെന്റൽ ഹെൽത്തിനെ സംബന്ധിച്ചിട്ടുള്ളത്, അത് ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ആണ് അക്കാര്യത്തിലൊക്കെ. ഈ മെന്റൽ ഹെൽത്തിന്റെ കാര്യം വരുമ്പോൾ ആർക്കും അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല. അപ്പൊ അതും നമ്മള് മുന്നിൽ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതില് പ്രധാനമായിട്ട് പറയുന്നത് ഇന്നത്തെ രോഗങ്ങളിൽ 80% സൈക്കോസൊമാറ്റിക് ആണ്, മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ കൂടുതൽ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേദനകൾ, പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. ഇപ്പൊ ഞാനൊരു ചികിത്സകൻ, ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ, ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്ന കൂടുതൽ രോഗികളും വേദനകൾ അനുഭവിക്കുന്നതാണ്. ഈ വേദനക്കൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് മാനസികമാണ്. അപ്പൊ അവർക്ക് ശരിക്കുള്ള ഒരു ഹാപ്പി, ഒരു സന്തോഷം അത് അവർക്ക് കുറവാണ്. സത്യം ഒരു പ്രായം കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും അത് വരാറുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ വേദന എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് പുറമേ ഉള്ള ഒരു വേദന അല്ലെങ്കിൽ ഒരു അവയവത്തിനുള്ള ഒരു പ്രശ്നമല്ല, അത് അവർക്ക് ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അതിന്റെ പ്രകടനങ്ങളാണ് ശരിക്കും പുറത്തേക്ക് വരുന്നത് വേദനയായിട്ടൊക്കെ. ശരിക്കും പറഞ്ഞാല് അവർക്ക്, അതായത് അവരുടെ ആ ഒരു രീതിയിൽ തന്നെ ഒതുങ്ങി നിന്ന്, കാരണം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ആ ഒതുങ്ങലിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ചെറിയ ചെറിയ അവരുമായി മാത്രം ബന്ധപ്പെട്ട കൂട്ടങ്ങൾ, അയൽപക്ക കൂട്ടങ്ങൾ, അതുപോലെ കുടുംബ, അവർക്ക് തന്നെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനോ ഒരു നല്ല ഫ്രണ്ട് ആവാനോ അങ്ങനെ ഒരു ഇടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് ഒരു ശ്രമങ്ങൾ നടത്തും. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. അതായത് നമ്മൾ മനസ്സിലാക്കിയ ആളുകൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവുക എന്നുള്ളത്. സമയമില്ലല്ലോ, അങ്ങോട്ടോട്ട് സംസാരിക്കാനും സമയമില്ല. അപ്പൊ ഒരു ലിസണറെ കിട്ടാന്ന് പറഞ്ഞാല് അതിന് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ പറയണ കേൾക്കാൻ ഒരാളെന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു നല്ല കാതായിട്ട് വാർഡിലെ മെമ്പർമാരുടെ കൂടെ എന്നും ഉണ്ടാവും എന്നുള്ളതാണ് സേല പറഞ്ഞു. അതാണ് എന്റെ ആഗ്രഹം. മെന്റലി സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അതിനൊരു പിന്നെ സൈക്കോളജിയിൽ ഗ്രാജുവേറ്റ് എന്നുള്ള രീതിയിൽ അതിന് സാധിക്കുമല്ലോ. ആ ഫീൽഡിൽ തന്നെ തുടർ പഠനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും. ഞാൻ ഈ ഫീൽഡിലോട്ട് വരാൻ ഉദ്ദേശിച്ച ആളെ അല്ലായിരുന്നു. ഇപ്പോ എന്റെ വീട്ടില് ഹസ്ബൻഡ്, പെങ്ങന്മാർ 2 പേര് സൈക്കോളജി ഗ്രാജുവേറ്റ് കഴിഞ്ഞു. ഒരാള് പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു. ഒരാളിപ്പോ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈക്കോളജി ഫാമിലിയാണ്. ഒരുപാട് പേര് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദീർഘകാലമായിട്ട് കൗൺസിലറാണ്. ഇപ്പൊ മുംബൈ IIT കൗൺസിലറായിട്ട് വർക്ക് ചെയ്യണം.
അപ്പോൾ ആ ഒരു ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, അളിയന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് ആ ഒരു മേഖലയിലോട്ട് ഭയങ്കര താല്പര്യം ഉണ്ടാകും. അങ്ങനെയാണ് ഞാൻ സൈക്കോളജി പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. പക്ഷെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആവുകയാണ് ചെയ്തതിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ അതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് ഒരു കൗൺസിലർ ആവാൻ തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഏകദേശം ശൈലയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കുടുംബം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഒരു വാർഡിലേക്ക് വരുമ്പോൾ ഈ വാർഡിൽ ഏകദേശം ഭാഗങ്ങളൊക്കെ നടന്ന് കണ്ടു. അപ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ട് ഇനി വാർഡിൽ നമുക്ക് നടപ്പാക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു? അതായത് പ്രധാനമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വോട്ടർമാർ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ നേരത്തെ സൈല സൂചിപ്പിച്ചതുപോലെ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ഒരു അളിയൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ വന്നു, പിന്നീട് അവൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്കാണല്ലോ ഇത് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞതിന് ശേഷം ആളുകളൊക്കെ ഇടപഴകി ഒരു 2-3 റൗണ്ടൊക്കെ ആളുകളെ കണ്ടതിന് ശേഷം യഥാർത്ഥത്തിൽ ഇത് അവളും ഇഷ്ടപ്പെട്ട ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവൾ തന്നെയാണ് ഓരോരോ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് യഥാർത്ഥത്തിൽ അവൾ എത്തിയിട്ടുണ്ട്. എന്നെക്കാൾ ഈ ഒരു ഇലക്ഷനിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അത് കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആയതായില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഫീൽഡ് ആണെങ്കിൽ നമ്മൾ അത് തന്നെയാണല്ലോ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ മറ്റ് എല്ലാവരെയും മെന്റൽ ഹെൽത്ത് ഉള്ളത്. അപ്പോൾ ഇതിപ്പോ ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ആളുകളുടെ ഒരു സമീപനം, നിങ്ങളിപ്പോ കൂടുതൽ ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകളുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ അവരെന്തെങ്കിലും വാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും പുതിയ വികസന കാഴ്ചപ്പാടുകളോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു? വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് അധികം ആരും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. എല്ലാവരും പഴയ കാര്യങ്ങൾ തന്നെയാണ്. ഇവർ ലൈറ്റ് ഇല്ല, റോഡില്ല എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളെ വാർഡിലെ സംബന്ധിച്ച് നമുക്ക് ഏകദേശം എല്ലാം ആയി. നമ്മളെ 7ാം വാർഡിനെ സംബന്ധിച്ച് പുതുതായിട്ട് നമ്മളെ വാർഡിലേക്ക് ചേർക്കപ്പെട്ട 6ാം വാർഡിലുള്ള കുറച്ച് പ്രദേശമുണ്ട്. അപ്പൊ അവരാണ് ഈ റോഡിന്റെയും ലൈറ്റിന്റെയും ഒക്കെ കംപ്ലൈന്റുകൾ പറയുന്ന ആൾക്കാർ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ലൈറ്റും റോഡും എന്നതിനുപരി ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ്. അതും എന്തായാലും നമ്മളെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ലൈറ്റും റോഡും വെള്ളം എന്നൊക്കെ ഉള്ളത്. അതായത് പരമ്പരാഗത വികസനങ്ങൾ നമുക്കൊരിക്കലും നിർത്തിവെക്കാൻ കഴിയില്ല. അത് എന്തായാലും നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തു പോകേണ്ട അടിസ്ഥാനപരമായിട്ട് റോഡ് പൊളിയുന്നതിനനുസരിച്ച് ധാരിങ്ങും കോൺക്രീറ്റും വേണം. പോസ്റ്റിലെ ലൈറ്റ് ഫീസാകുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരുന്നു. അതുപോലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അതിലിടപെടണം. പക്ഷേ അത് എന്തെന്നായാലും തുടർച്ചയായിട്ട് നടക്കും. അത് ആര് വന്നു കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് ഒരു വികസനങ്ങൾ കൊണ്ടുവരാൻ പഞ്ചായത്തിന് ബ്ലോക്കിന് ഒരു ഡെവലപ്പ്, അതായത് ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. ജനങ്ങളുടെ സമാധാനം, സന്തോഷം, സുരക്ഷിതത്വം, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അതെ അതെ. അല്ല, ആളുകൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ട്, നമ്മൾ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഇത്രേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് ആളുകൾ പുതിയ പദ്ധതികളെ കുറിച്ച് ചിന്തിക്കാത്തത് പോലും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നുകൂടി ചെയ്യാറുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഞ്ചായത്ത് രാജ്, അതുപോലെ പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെ ലഭിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ അവബോധം ജനങ്ങൾക്കില്ല. അതായത് ഗ്രാമസഭകൾ പോലും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകളാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ളൊരു അവബോധം ആളുകളിലേക്ക് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കൊടുക്കാൻ കഴിയണം. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായം അതാണ്. ഒരു എല്ലാ ആളുകളിലേക്കും, അതായത് ഈ പഞ്ചായത്തിൻ്റെ ആനുകൂല്യങ്ങൾ ബ്ലോക്കിൽ നിന്ന് കിട്ടുന്നത്, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത്, ഇതൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കാൻ. അപ്പോൾ സാധാരണയായിട്ട് ഞാനൊക്കെ കണ്ടുവരുന്നത്, ഞാൻ ഗ്രാമസഭകളിലൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല, പക്ഷേ ഗ്രാമസഭയെക്കുറിച്ചൊക്കെ വാട്സപ്പിലൊക്കെ അറിയാറുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പങ്കെടുക്കാറില്ല. അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും വികാസം പ്രാപിച്ചൊരു സമയമാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരംഗത്തെയെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കുക. എന്നിട്ട് അർഹരായ ആളുകളിലേക്ക് അത് കൊടുക്കാനുള്ള സംവിധാനം. അതേപോലെ തന്നെ ഒരു സാധാരണ കൂടുതലും സ്ത്രീകളാണ് വീടുകളിൽ. ഇപ്പോൾ മറ്റുള്ള ജോലിക്കാരായിട്ടുള്ള ആളുകൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലും വിദേശത്തും ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ ആളുകൾ. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾക്ക് ഈ സ്ത്രീകളാകെ അപ്സെറ്റ് ആവുന്നൊരു. അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഓഫീസോ ഒരു പ്രത്യേക സംവിധാനങ്ങൾ വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് അത് തയ്യാറാക്കാൻ പറ്റിയാലും ഏറ്റവും നല്ലതായിരിക്കും. അതിന് വേണമെങ്കിൽ നമുക്കൊക്കെ സൗകര്യം ചെയ്തു തരാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കായിട്ട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ അതിന് സൗകര്യങ്ങളുണ്ട്. അതുപോലെ മറ്റു സൗകര്യങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും.
അതായത് ജനങ്ങൾക്ക് എപ്പോഴും ഈ നമ്മൾ available ജനപ്രതിനിധിയെ ആയിരിക്കണം. സമീപിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ഒരു മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട, നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാൾ എന്നുള്ള നിലയിൽ എന്ത് കാര്യത്തിനും ഇപ്പൊ സൈലക്ക് അത് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെ, കാരണം എന്താണെന്ന് ഇൻഷാ വെച്ചാൽ അല്ലാ, തീർച്ചയായിട്ടും. ഈ പഞ്ചായത്തിൽ ജലനിധി മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതെ, അതെ, പ്രവർത്തിച്ചുള്ള ഒരു പരിചയം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ളൊരു സംവിധാനം, ഞാൻ പറഞ്ഞ മീനിങ് മനസ്സിലായല്ലോ. മനസ്സിലായി. അതായത് എപ്പോഴും വന്ന് എന്തൊരു കാര്യം, ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ ആവട്ടെ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, ഇനിയിപ്പോൾ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, മറ്റെന്ത്, അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെങ്കിലും അപ്ലിക്കേഷൻ ഫോമുകൾ, അതൊക്കെ എപ്പോഴും വന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. ഈ കഴിഞ്ഞ UDF-ന്റെ ഭരണസമിതിയിൽ ഉം. ഈ ഗ്രാമസഭയെ കുറിച്ച് ആളുകൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ശരിക്കും ഗ്രാമസഭകൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. ഉം. ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് ഈ ആശയം പങ്കുവെക്കുകയും ഗ്രാമസഭകളിൽ ശരിക്ക് ഒരു വാർഡ് മെമ്പറേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ആളുകൾക്ക് സജീവമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഗ്രാമസഭ. യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, ഇതിനൊക്കെ രൂപം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്നുള്ളതൊക്കെ ഗ്രാമസഭകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശരിക്കും അത് നമ്മുടെ വോട്ടർമാർക്ക് വോട്ട് കഴിയുന്നതോടുകൂടി നമ്മുടെ അധികാരം തീർന്നു എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു അവയർനെസ് തീർച്ചയായിട്ടും നമ്മുടെ വാർഡിൽ ഉണ്ടാക്കുക എന്നുള്ളതിനാണ് ഞങ്ങൾ പ്രഥമമായിട്ട് പരിഗണന കൊടുക്കുന്നത്. മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമുക്കതിന് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. പിന്നെ നേരത്തെ സഹല പറഞ്ഞു, നമ്മുടെ വാർഡിൽ ഇപ്പോൾ നമുക്ക് കോയിച്ചനയിലേക്ക് ആളുകൾ, സാധാരണക്കാരായ ആളുകൾക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും അടുത്തുള്ള നമ്മുടെ വാർഡിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന രീതിയിൽ ഫോം ഫില്ല് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ പ്രഥമ പരിഗണനയിലുള്ള ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് നമ്മൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആരോഗ്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. കാരണം നമ്മുടെ വാർഡിൽ തന്നെ ഒരു ആരോഗ്യ ഗ്രാമ പദ്ധതി എന്നുള്ള രീതിയിൽ എൻ്റെ അക്കാഡമിക്ക് കീഴിൽ അവിടെ പഠിച്ച വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ വീടുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് കൃത്യമായിട്ടുള്ളൊരു കണക്കെടുപ്പ്, ആർക്കൊക്കെ രോഗങ്ങളുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ട് അവരെ സൗജന്യമായിട്ട് അവരെ ജീവിതശൈലി പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം കുറേ ആളുകൾക്ക് ശരിയായ ജീവിത രീതി പഠിപ്പിച്ച് അവരുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യമാണ്, അവരുടെ സന്തോഷമാണ്, സമാധാനമാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ആരോഗ്യം. ഇപ്പോൾ നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് വളരെ പാവങ്ങളായിട്ടുള്ള ആളുകൾ കൂടുതലുണ്ട്. ചികിത്സക്ക് പോലും കൂടുതൽ ഫണ്ടൊന്നും ചെലവഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ചികിത്സകൾ ഒന്നുകൂടി, ഇപ്പോൾ പ്രധാനമായിട്ടും ആരോഗ്യ കാര്യത്തിലുള്ള അവബോധങ്ങൾ നൽകുന്ന ക്ലാസ്സുകൾ, അവരെ സ്വയം പര്യാപ്തരാക്കുന്ന അത്തരം കാര്യങ്ങളിലൊക്കെ, അതേപോലെ ആരോഗ്യ വിഷയത്തിൽ എന്ത് ചെയ്യാനാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാന് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ ആ വിഷയത്തിൽ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് നിരന്തരം അവയർനെസ് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്ന പദ്ധതികളാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും നമ്മൾ അത്തരത്തിൽ അതിൻ്റെ നിരന്തരമായിട്ട് അതിൻ്റെ ക്ലാസ്സുകളിലൂടെയും സമ്പർക്കങ്ങളിലൂടെയൊക്കെ നമുക്ക് അവരെ ഇതിലൊരു ബോധവാന്മാരാക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ യുവാക്കൾക്കൊക്കെ, ഇപ്പോൾ യുവാക്കളാണല്ലോ ഏറ്റവും കൂടുതൽ ആരോഗ്യ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒബേസിറ്റിയും ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് നിരന്തരം നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് ഈ ക്ലബ്ബുകളുമായൊക്കെ ബന്ധപ്പെട്ട് വ്യായാമങ്ങൾ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട പുതിയ സംവിധാനങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് പോലെ നമ്മളൊരു ഓപ്പൺ ജിം എന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ്, അതുപോലെ തന്നെ നല്ലൊരു കാര്യമാണ്. കൃത്യമായിട്ട് ആളുകളെ വ്യായാമം ചെയ്യുന്ന ഒരു രീതി പരിശീലിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ജിമ്മിന് പോകാതിരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ നല്ല സൗകര്യങ്ങളൊക്കെ നമുക്ക് ഏരിയകളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ പാടത്തിന്റെ ഏരിയ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, റോഡ് സൈഡുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ ഓപ്പൺ ജിം എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ഥലങ്ങൾ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതെ. അപ്പോൾ നമ്മൾ യുവാക്കളെയൊക്കെ കൂടുതൽ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. യുവ വോട്ടർമാർ കൂടുതലുള്ള ഒരു ഏരിയ ഉണ്ടോ നമ്മുടെ ഏരിയ? അപ്പോൾ യുവാക്കൾക്ക് ഇത്തരം കാര്യങ്ങൾ കൂടാതെ, അതായത് നമ്മുടെ നാട്ടിൽ കുറേ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല
യുവാക്കളാണ്. അതായത് സാധാരണ ക്ലബ്ബുകളിൽ നിന്ന് മാറിയിട്ട് കായിക രംഗത്തും അതുപോലെ തന്നെ പൊതുജന സാമൂഹിക രംഗത്തും അതുപോലെ തന്നെ ജനസേവന രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി, അതായത് സ്പോർട്സ് രംഗത്തെ പിന്നെ അവർക്ക് വേണ്ട കോച്ചിങ് കൊടുക്കാനും അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ, അപ്പോൾ ക്ലബിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻസുകൾ ഇതൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഒരുപാട് നിലവിൽ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വാർഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ്. അതെ. അതിൽ നമുക്ക് ഏറ്റവും താഴെ തട്ടിലുള്ള കുട്ടി മുതൽ പ്രായം കൂടിയ നമ്മുടെ ഉപ്പുമാര് വല്യുപ്പുമാര് വരെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു രാഷ്ട്രീയം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം. ഇപ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ അതിൻ്റെ പരിശീലനം നൽകുക എന്നുള്ളത് ഒരു രാഷ്ട്രീയമാണ്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ ഒരു രാഷ്ട്രീയമാണ് ശരിക്കും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പ്രായമുള്ള ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ ഒരു സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമാണ്. അപ്പോൾ അത്തരത്തിലൊരു വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലൂടെയാണ് ഇന്നിൻ്റെ തലമുറ മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ, അതായത് വ്യത്യസ്തമായ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള പുതിയ തലമുറയിലുള്ള വോട്ടർമാരെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പറയാനുള്ളത്, ഒരു കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് അവരൊക്കെ പങ്കുവെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. എല്ലാവരെയും പരസ്പരം സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് ഉള്ള ഒരു രാഷ്ട്രീയം. തീർച്ചയായിട്ടും അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ വാർഡുകളിൽ നമ്മൾ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം ഈ രാഷ്ട്രീയ വൈര്യം എന്നുള്ളത് ഇപ്പോൾ ഈ ചെറുപ്പക്കാരിൽ കൂടുതൽ കാണുന്നില്ല, യുവാക്കളിൽ കാണുന്നില്ല. നേരെ മറിച്ച് അത് കാണുന്നത് കുറച്ച് മുതിർന്ന ആളുകളിലാണ്. ആ ഒരു എന്താ പറയുക, ഒരു കക്ഷി രാഷ്ട്രീയം എന്നുള്ള ഒരു കടുംപിടുത്തുണ്ടല്ലോ, അത് കാണുന്നത്. നേരെ മറിച്ച് ഒരു വികസന കാഴ്ചപ്പാടും ഒരു സോഷ്യലായിട്ട് ഒരു ഇടപഴകലിൻ്റെ രാഷ്ട്രീയമാണ് കൂടുതൽ യുവാക്കളിൽ കാണുന്നത്. ഇപ്പോൾ ക്ലബ്ബുകളിലൊക്കെ നോക്കിയാൽ അറിയാം, വ്യത്യസ്ത പാർട്ടിക്കാർ. ഇപ്പോൾ ഇവിടെ നിങ്ങളെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് നമ്മുടെ ജുമാന ഫൈസലും ഒരു ക്ലബിൻ്റെ പ്രവർത്തകനാണ്. അതേപോലെ തന്നെ ആ ക്ലബ്ബിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയക്കാർ ഒരുമിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ജനസേവനം, ജനനന്മ എന്നുള്ളത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ പുതുതലമുറ. ശരിക്കും അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അവിടെ ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ളൊരു പരിപാടി നടത്തിയിരുന്നു ഈ ആരോഗ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ എല്ലാവരെയും അക്കാഡമിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് പല കാര്യങ്ങളും അവരോട് സംസാരിപ്പിക്കുക, അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ ഒരു ബിഡൽ മൊയ്തീൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ, മൂപ്പരെ കൊണ്ടുവന്നിട്ടാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ നല്ലവൻ മമ്മാക്ക, പിന്നെ ഇവിടുത്തെ നമ്മളെ CK മാഷ്, അതുപോലെ അബൂബക്കർ മാഷ്, അതുപോലെ കുഞ്ഞാലം മിന്നിയൂർ, ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചതായിരുന്നു എന്ത്, ഈ പ്രായമുള്ള ആളുകൾക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് വന്ന് കൂടിയിരുന്നിട്ട് അവർ പരസ്പരം, കാരണം അവർ പ്രധാനമായിട്ടും ഒറ്റപ്പെട്ട് കഴിയുകയാണ് വീടുകളിൽ. ഇപ്പോൾ ഈ വോട്ട് ആവശ്യപ്പെട്ട് സന്ദർശിച്ച സമയത്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, കുറേ പ്രായമുള്ള ആളുകളുണ്ട്. ചിലർ ആളുകൾ വിചാരിച്ചുള്ളത് അവർ മരിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അവരെ തീരെ പുറത്തേക്ക് ഇറങ്ങുന്നതേ കാണുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മളുടെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് പ്രായമുള്ള ആളുകളെ ടൂറ് കൊണ്ടുപോവുക, അവരെ തമ്മിൽ യോജിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അത്തരം ഒരു സംവിധാനം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറേ ആളുകളുണ്ട്, ഉള്ളിലിരിക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ മാനസികമായിട്ടുള്ള സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു കൂട്ടായ്മ. അപ്പം നമ്മുടെ നാടിൻ്റെ കൾച്ചർ അനുസരിച്ച് സ്ത്രീയും പുരുഷനും കൂടിക്കലർന്ന രീതിയല്ല, മറിച്ച് സ്ത്രീകളായ പ്രായമുള്ള ആളുകൾക്ക് അവർക്കുള്ളൊരു കൂട്ടായ്മ. അതിൽ സഹില ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പ്രായമുള്ള ആണുങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള സംവിധാനം. അതിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ ഹെൽപ്പും നിങ്ങൾക്കുണ്ടാവും. തീർച്ചയായിട്ടും സഹില ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടാൻ പറ്റും. അതെ അതെ. നമ്മുടെ വേങ്ങര ബ്ലോക്കിൻ്റെ കീഴിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. ശരിക്കും നമ്മുടെ വേങ്ങര ആസ്ഥാനമായിട്ട് ഒരു വയോജന ക്ലബ്ബൊക്കെ നമുക്ക് നിലവിലുണ്ട്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ നിലവിൽ അതിന് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ ഇല്ലെങ്കിലും ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പദ്ധതികളൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം തന്നെ നിലനിർത്തിക്കൊണ്ട്, നമ്മുടെ നേരത്തെ മാഷ് സൂചിപ്പിച്ച ഒരു പ്രധാന ഘടകമാണ്, ആളുകൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുള്ളാക്കുന്ന രീതിയിലാണ് പല ആളുകളും
ഒരുപാട് വർഷങ്ങളായിട്ട് അന്തർമുഖരായിട്ട് വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന അകപ്പെട്ട ഒരവസ്ഥ. ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒന്ന് വന്നിരിക്കാൻ, അവർക്ക് വേണ്ടിയിട്ട് അത് കൊണ്ടുപോക്കാനുള്ള വാഹന സൗകര്യങ്ങളടക്കം വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ് നമ്മളത് മനസ്സിൽ കണ്ടിട്ടുള്ളത്. കാരണം നേരത്തെ സേല പറഞ്ഞല്ലോ, അതായത് കേൾക്കാൻ ആളില്ല എന്നുള്ളത്. അതെ അതെ അങ്ങനെയുള്ള ഒരുപാട് പ്രായമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെറുപ്പക്കാർ എന്നുള്ള രീതിയിലുള്ള ആളുകളൊക്കെ അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നു. ഇവർ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു പ്ലാറ്റ്ഫോം, തീർച്ചയായും അത്തരം ഒരു കാൽവെപ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ എനിക്ക് ഒരാളെ കേൾക്കാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാനോ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഭയങ്കര ടോക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കൊരാൾ പറഞ്ഞ് കേൾക്കാനും നല്ല ഇഷ്ടമാണ്. പക്ഷെ അല്ല, അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി എന്തായാലും ഉണ്ടാവും, ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ. നമ്മുടെ ഏരിയ, അതായത് പ്രത്യേകിച്ച് 7-ാം വാർഡിൻ്റെ ഒരറ്റം പാടവുമായി ബന്ധപ്പെട്ട് എടുക്കാം. റഫീഖ് കൃഷിരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ നിലവിലും കൃഷി ചെയ്യുന്നു. അതെ അതെ. ഇപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിട്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. കാരണം ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള എൻ്റെ ഒരു എയിമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സമയത്ത് തവിടുള്ള അരി ഞാൻ റഫീഖിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന രോഗികൾക്ക് തവിടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഉപജീവനം കഴിയുന്ന ഒരു ഏരിയയാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഏരിയ, അതെ അതെ. ആ തായ് ഭാഗം. എല്ലാവരും കൃഷിയിലാണ് ഏർപ്പെടുന്നത്. അപ്പോൾ അവരെ കൂടുതൽ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാൻ കൃഷി വകുപ്പിലെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അത് കൂടുതൽ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ കൃഷിരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ കാര്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൃഷി എന്ന് പറയുമ്പോൾ ശരിക്ക് 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകളുടെ ഉപജീവന മാർഗം. അതിനേക്കാൾ ഉപരി കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ കൃഷി എന്ന് പറയുന്നത് അവരുടെ ഒരു മാനസിക ഉല്ലാസം കൂടിയാണ്, ഒരു ഹോബിയാണ്. ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹോബി ആയിട്ട് കൃഷി ചെയ്യുന്ന ആളാണ്. ഇപ്പൊ നിലവിൽ ഞാൻ വൈഫ് എൻ്റെ വീട്ടിലെ എല്ലാവരും, എൻ്റെ ചെറിയ മക്കളടക്കം അതിൽ നമ്മളെ സഹായിക്കുകയും അവരൊക്കെ അതിലൊരു ഭയങ്കരമായിട്ട് ഒരു രസം ഉൾക്കൊള്ളും ചെയ്യുന്ന ആൾക്കാരാണ്. കാർഷിക രംഗത്ത് ഒരുമിച്ച് ചെയ്തിരുന്നു, നീ വരുന്നതിന് മുമ്പ്. അതെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടം മുതൽ തന്നെ ഇന്ന് വരെ ഇപ്പൊ വീട്ടിലൊക്കെ സജീവമായിട്ട് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികള്, വായ, പഴം, എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഹോബിയാണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാർഷിക രംഗത്ത് വലിയ ഫണ്ട് വെക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ വാളക്കുളം മേഖല. അതിപ്പോൾ നമ്മുടെ ബ്ലോക്കിൻ്റെ ഫണ്ടായാലും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടായാലും ഈ പാടമുള്ള ഏരിയ എന്ന നിലക്ക് ഒരുപാട് ഫണ്ട് വെക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു പ്രൊജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു വെള്ളപ്പൊക്കം വന്നാൽ അല്ലെങ്കിൽ ഒരു മഴ കുറച്ച് അധികം ലഭിച്ചാൽ നമ്മൾ കൃഷി നശിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മുടെ വാളക്കുളം ഭാഗത്തുണ്ടാവുക. എല്ലാ സ്ഥലങ്ങളിലും രണ്ട് വട്ടമൊക്കെ നെല്ല് കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മളെ പാടത്ത് ഒരു പ്രാവശ്യം മാത്രം ഒരു പ്രാവശ്യം തന്നെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നോക്കിക്കണ്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ തയ്യാറാക്കി നൽകി കഴിഞ്ഞാൽ നമുക്കതിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നമ്മളിവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ പൂള കൃഷി, അതായത് കപ്പ കൃഷി ചെയ്യുന്ന ആളുകൾ കൃഷിയൊക്കെ ഒരുപാട് വിളവുണ്ടാവും. പക്ഷേ വിളവ് ഇങ്ങനെ എടുത്ത് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതിനൊരു വിലയില്ലാത്തൊരു സാഹചര്യമാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകാറ്. അപ്പോൾ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് എടുക്കാനുള്ള ഒരു സംവിധാനം ഒരു സൊസൈറ്റി പോലെ രൂപീകരിച്ച് ആ സൊസൈറ്റി സാധനങ്ങളെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ അതൊരു സൊസൈറ്റി മുഖേന വാങ്ങിയിട്ട് നമുക്ക് സർക്കാരിനോ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായി ഇത് എത്തിപ്പെടേണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ ഈ കർഷകർക്ക് നല്ലൊരു വില കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനൊരു കൃത്യമായ പഠനം നടത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഫണ്ട് വെക്കേണ്ടത് നമ്മൾ വളം വാങ്ങാനോ അല്ലെങ്കിൽ നിലമൊരുക്കാനോ ഒക്കെ ചെയ്യുന്ന ഫണ്ട് വെക്കുന്നതിനപ്പുറത്ത് നമ്മുടെ കാർഷിക മേഖലയെ നമുക്ക് കൃത്യമായി എങ്ങനെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു പഠനം അതിൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. നമ്മുടെ വാളക്കുളത്ത് ശരിക്കും വാളക്കുളം എന്ന് പറയുമ്പോൾ തന്നെ വാള അധികമായിട്ട് ലഭിക്കുന്ന ഒരു പ്രദേശമായിരുന്നല്ലോ. അപ്പൊ അപ്പൊ മത്സ്യകൃഷിക്ക് നമ്മുടെ പാടം അനുയോജ്യമാണ്. അപ്പൊ ആ മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു പഠനം നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് പഴയ കാലത്ത് ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോൾ ഈ ഒരു വർഷക്കാലമാകുമ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി പാടത്തേക്ക് എത്താറുണ്ടായിരുന്നു. ഇഷ്ടംപോലെ വാളകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് കുറച്ചൊക്കെ ഭംഗം നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതിന് വീണ്ടും നമ്മളുടെ ആ വാളക്കുളം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു വാള മത്സ്യത്തെ വേട്ടയാടുന്ന അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട്
അതിനെ ആശ്രയിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്കത് ഇപ്പൊ കിട്ടുന്നില്ലെങ്കിൽ ജനിതകമായിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ഒരു പഠനം നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ നമ്മൾ ശരിക്കൊരു പഠനം നടത്തി കഴിഞ്ഞാൽ ഈ ഒരു കാർഷിക മേഖലയെ നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു മേഖലയാക്കി മാറ്റാൻ കഴിയും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ എനിക്കുള്ളൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എല്ലാവരും കൃഷിയിലേക്ക് അടുപ്പിക്കാനുള്ള സ്ത്രീകൾക്ക് അടുക്കള കൃഷി പരിശീലനം കൊടുക്കുക. അതെ അതെ എല്ലാ വീട്ടിലും അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ സ്വയം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ജൈവ കൃഷി പരിശീലനം അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ക്ലിനിക്കിലൊക്കെ അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറേ സ്ത്രീകളൊക്കെ അതിന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് സ്വയം അവരെ തയ്യാറാക്കാം. അതുപോലുള്ളൊരു കാര്യമാണ് നമ്മുടെ പലചരക്ക് സാധനത്തിനും പച്ചക്കറികൾക്കൊക്കെ ആശ്രയിക്കുന്നത് വെന്നിയൂരിനാണ്. അത് കുറേ കയറി ഒരു 1.5 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചിട്ടാണ് വരുന്നത്. നമുക്ക് ഈ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്തിയിട്ട് ആഴ്ചയിൽ ഒരു ചന്ത നമ്മുടെ ഭാഗത്ത്, നമ്മുടെ ഏരിയയിൽ ഒരാഴ്ച ചന്ത, ഇപ്പോൾ കോട്ടക്കലും മറ്റുള്ള ഭാഗങ്ങളൊക്കെ നടക്കുന്ന പോലെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളെ കൊണ്ടുവന്ന് അതിന് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ കൃഷി രംഗത്തേക്ക് എന്ത് ചെയ്യും. ഒരുപാട് കാലമായിട്ട് നമ്മുടെ തെന്നല പഞ്ചായത്ത് കൃഷി വകുപ്പ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പദ്ധതി നമ്മുടെ ആളുകളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനുള്ള ഒരു സംവിധാനം ചെറുതായിട്ടൊക്കെ കോച്ചൻ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോ ഓണത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ ആളുകൾ രാവിലെ നടക്കാൻ നമ്മുടെ പ്രദേശങ്ങളാണ് ഉപയോഗപ്പെടുത്താറ്, നമ്മുടെ പാടത്തിന്റെ പക്കൊക്കെ. അപ്പൊ ആ ഒരു പ്രദേശത്ത് നമ്മൾ ഇങ്ങനെ ഒരു ചന്തയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റങ്ങൾ ജനങ്ങൾ വരും. അതായത് ഈ നല്ല പ്രൊഡക്റ്റുകൾ കിട്ടുക, കാരണം ഫ്രഷ് ആയിട്ടുള്ള ആഴ്ചയിൽ വരുന്ന സാധനങ്ങളാകുമ്പോൾ അത് നല്ല വികസിക്കും, ആളുകൾ എത്തും. കാരണം പുതുപ്പറമ്പ് ഏരിയയിൽ നിന്ന് പോലും ആളുകൾ അങ്ങോട്ട് എന്ത് ചെയ്യും, വരാൻ സാധ്യതയാകുമ്പോൾ പിന്നെ നടക്കാൻ ഇറങ്ങുന്ന ആളുകൾ. അപ്പൊ അതിന് നല്ലൊരു പദ്ധതി കൊണ്ടുവരാൻ നമ്മൾ തുടങ്ങി വെക്കുക. അപ്പൊ എന്തെന്നായാലും വിജയിക്കും. കാരണം ആളുകൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങാനും പിന്നെ നമ്മുടെ നാടിന്റെ ഒരു ഒരു സന്തോഷം നിലനിർത്താനും പരസ്പരം ആളുകൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താനൊക്കെ സാധിക്കും. അപ്പൊ നേർച്ചകളും പൂരങ്ങളൊക്കെ എങ്ങനെയാണ് മനുഷ്യരെ അടുപ്പിക്കുന്നത്, അതേ രീതിയിൽ ആഴ്ചയിൽ ഒരുമിച്ച് ചേരാൻ അങ്ങനെ ഒരുപാട് നെസ്റ്റോൾജിക് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് നമ്മൾ. ഇപ്പൊ നമ്മുടെ യാസീൻ പള്ളിന്റെ പരിസരത്ത് നടക്കുന്ന നമ്മുടെ ഒരു ബദരീങ്ങള നേർച്ച വർഷങ്ങളായിട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് കൂടിച്ചേരുന്ന ഇടങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മെമ്പർമാർക്ക് ജനപ്രതിനിധികൾക്കാവണം. കാരണം അതിനിവിടെ നിലനിർത്തി പോരേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്, നാടിന്റെ ഐക്യത്തിന്റെ ആവശ്യമാണ്. വ്യത്യസ്തമായ അങ്ങനെ കാഴ്ചപ്പാടുകളും ഒരു കൾച്ചറും ഒക്കെ ഒത്തിണങ്ങിയ വലിയ ആളുകളൊക്കെ വലിയ സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ജീവിക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് ഇതിനൊക്കെ നിലനിർത്തി ആളുകളെ ഒരുപാട് കൂട്ടിച്ചേർത്ത് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, കുറേ വിഷയങ്ങൾ. കാരണം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. അതായത് ഒരു പൊതു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ വികസനം എന്നതിലുപരി ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ ചർച്ച പോയിട്ടുണ്ട്. ഏതായാലും വരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.